ശരീരഭാരം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരിൽ ഉണ്ടാവുന്ന അടുത്തൊരു കൺസേൺ ആണ്. എനിക്ക് നേരത്തെ നന്നായി ശരീരഭാരം ഉണ്ടായിരുന്നു, പക്ഷേ ഇടക്കാലത്ത് ശരീരത്തിന്റെ വെയിറ്റ് കുറഞ്ഞുപോയി. പിന്നീട് എത്ര ശ്രമിച്ചിട്ടും ശരീരഭാരം കൂട്ടാൻ കഴിയുന്നില്ല എന്നുള്ളത്. ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരഭാരം കുറഞ്ഞു പോയത്? അത് കൃത്യമായി മനസ്സിലാക്കുന്നതിലൂടെ ഏകദേശം 50% മേളിൽ ഈ പ്രശ്നത്തിന് സൊല്യൂഷൻ കൊടുക്കാൻ കഴിയുമെന്നുള്ളത് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ടാണോ, അല്ലെ ടെൻഷൻ ആണോ, സ്ട്രെസ് ആണോ, മറ്റെന്തെങ്കിലും തകരാറുകളാണോ പിന്നീട് ശ്രമിക്കുന്ന സമയത്ത് വെയിറ്റ് കൂടാതിരിക്കുന്നതിന്റെ കാരണം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന പക്ഷം സ്വയം ചികിത്സ ചെയ്യാതെ ഒരു എക്സ്പെർട്ടിനെ നേരിട്ട് കണ്ട് ഒരു കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ അവർക്ക് ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും, നിങ്ങളുടെ കേസുകൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ആദ്യത്തേതായിരിക്കാം. ഒരു എക്സ്പെർട്ടിനെ സംബന്ധിച്ച് അവർ ഇതുപോലെ ധാരാളം കേസുകൾ കൈകാര്യം ചെയ്യുന്നവരാണ്. വളരെ എളുപ്പത്തിൽ നിങ്ങളെ സഹായിക്കാൻ കഴിയും. ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് എന്തെങ്കിലും ഒരു കാര്യം അതിനുണ്ടെന്നുള്ളത് തന്നെയാണ്. ഇന്ന് തന്നെ ഒരു കൺസൾട്ടേഷനിലൂടെ എന്താണ് ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കി തുടർന്ന് ട്രീറ്റ്മെന്റ് എടുക്കുന്നതിലൂടെ, അല്ലെ തുടർന്ന് വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നഷ്ടപ്പെട്ടു പോയ ശരീരഭാരം ഏവർക്കും തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന് ഉറപ്പായിട്ടുള്ള കാര്യമാണ്.